ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1911. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി, 84-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് എത്രയോ വലിയ ഒരു പെരുന്നാൾ ദിനമാണ്. മാർച്ച് മാസം 25-ാം തീയതി വചനിപ്പ് പെരുന്നാൾ, സൂബോറോ പെരുന്നാൾ, ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ പെരുന്നാൾ. ഇത് നമ്മൾ അറിയിപ്പ് കാലത്തൊരു ഞായറാഴ്ച ഓർക്കുന്നുണ്ട്. പിന്നെ മാർച്ച് മാസം 25-ാം തീയതി ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരാൻ ദൈവം കന്യകമറിയാമിനെ ക്ഷണിക്കുകയാണ്. ഗബ്രിയേൽ ദൂതനിലൂടെ അത് അറിയിക്കുകയാണ്. സത്യത്തിൽ ഇത് ഒരേ സമയത്ത് ദൈവവിളിയും ഒരു വെല്ലുവിളിയുമാണ്. വെല്ലുവിളികളോട് പ്രതികരിക്കുന്നതിലൂടെയാണ് സമൂഹത്തിന് ശരിക്കും രൂപാന്തരം ഉണ്ടാവുന്നത്. ദൈവിക രക്ഷണ പദ്ധതികൾ പങ്കാളികളാവാൻ കന്യാമറിയാമിന് എന്തുമാത്രം ശ്രേഷ്ഠമായ ഗുണങ്ങളുണ്ടായിരുന്നു. ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ഒരാളാണ് മറിയമെന്ന് തന്നെയാണ് ആദ്യം എടുക്കേണ്ട ഒരു കാര്യം. തുടക്കം എവിടെയാണ്? കൃപ ലഭിച്ചവളെ നിനക്ക് സ്വസ്തി എന്ന അഭിസംബോധനയോടുകൂടിയാണ് ഗബ്രിയേൽ ദൂതൻ കന്യകമറിയാമിനെ അഭിമുഖീകരിക്കുന്നത്. അവിവാഹിതയും യോസേപ്പുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞവളുമായി കന്യകമറിയാമിന് ലഭിച്ച ദൂതെന്താണ്? താൻ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം എന്നാണ്. വളരെ വലിയ ഭവിഷ്യത്തുള്ളൊരു സംഭവമായിരുന്നു അത്. എന്നാൽ താൻ പരിശുദ്ധാത്മാവിൽ ഗർഭവതിയാകുമെന്നും അത്യുന്നതന്റെ ശക്തി തന്റെ മേൽ നിഴലിടുമെന്നുള്ള വാഗ്ദത്തം, ആ ഉറപ്പ്, അത് മറിയം കേട്ടായിരുന്നു, മറിയത്തിന് ലഭിച്ചായിരുന്നു. മാനുഷികമായി അസാധ്യമായ കാര്യമാണ് തന്നിൽ നിറവേറാൻ പോകുന്നത് എന്നും മറിയം തിരിച്ചറിഞ്ഞു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല എന്ന് മറിയം മനസ്സിലാക്കി ദൈവിക വാഗ്ദാനങ്ങളെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയുമാണ്. തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അത് എന്നും വിശ്വസ്തനാണ്. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെന്ന് മറിയം വിശ്വസിച്ചു. ഇതുപോലുള്ള വിശ്വാസം ഉള്ളിലുള്ളവരിലൂടെ ദൈവം ഇന്നും ദൈവരാജ്യ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു വരുന്നു. എലിശബ പറയുന്നൊരു കാര്യമാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. എലിശബ മറിയത്തെയാണ് ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത്. അതൊരു വലിയ സാക്ഷ്യപ്പെടുത്തലാണ്. മറിയാമിനെ പോലെ ആഴമായ വിശ്വാസം ഉണ്ടാകാനായിട്ട് ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. അവിടുന്ന് ദൈവം നമ്മളെ തന്റെ കയ്യിൽ ഇണങ്ങിയൊരു ആയുധമായി എടുത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ.